ബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. അവിടെ ബി.ജെ.പി വലിയ ഭൂരിപക്ഷത്തിൽ അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മമതാ ബാനർജി നാടകീയമായ ചില രംഗങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. എന്തും ബംഗാളിൽ സംഭവിക്കാമെന്ന ഒരു സസ്പെൻസ് ബംഗാളിൽ ഇപ്പോഴുമുണ്ട്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിനേറ്റ കനത്ത പരാജയത്തിന് പിന്നാലെ മമതാ ബാനർജിക്ക് വലിയ തിരിച്ചടികൾ ഉണ്ടാകുന്നു, തൃണമൂൽ കോൺഗ്രസിന് വലിയ തിരിച്ചടികൾ ഉണ്ടാകുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ബംഗാളിൽ നിന്ന് പുറത്തു വരുന്നത്. മമതാ ബാനർജിയുടെ ഏറ്റവും വിശ്വസ്തരായ മുതിർന്ന ഉദ്യോഗസ്ഥർ സ്ഥാനമൊഴിഞ്ഞു എന്ന നിർണായകമായ വാർത്ത പുറത്തേക്ക് വരുന്നു. സംസ്ഥാനത്തെ മുൻ ചീഫ് സെക്രട്ടറിമാരായ ആലാപൻ ബന്ദോപാധ്യായ, എച്ച്.കെ. ദ്വിവേദി എന്നിവരാണ് മുഖ്യ ഉപദേശക സ്ഥാനങ്ങൾ രാജിവെച്ചിരിക്കുന്നത്. ഇവർക്ക് പുറമെ മമതയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി മനോജ് പന്ത്, സാമ്പത്തിക വിദഗ്ധനായ അഭിരൂപ് സർക്കാർ എന്നിവരും രാജിവെച്ചിരിക്കുകയാണ്. അഡ്വക്കേറ്റ് ജനറൽ കിഷോർ ദത്ത നേരത്തെ തന്നെ ഗവർണർക്ക് രാജി സമർപ്പിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 294 സീറ്റുകളിൽ 207ഓളം സീറ്റുകൾ നേടി ബി.ജെ.പി വമ്പൻ വിജയം നേടിയതോടെയാണ് ഭരണതലത്തിൽ അടക്കം വൻ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നത്. മമതാ ബാനർജിയുടെ ഭരണത്തിൽ നിർണായക സ്വാധീനമുണ്ടായിരുന്നവരാണ് ഇപ്പോൾ ഈ രാജിവെച്ചിരിക്കുന്ന IAS ഉദ്യോഗസ്ഥർ എന്നത് ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് ആലാപൻ ബന്ദോപാധ്യായ കേന്ദ്ര സർക്കാരുമായുള്ള തർക്കങ്ങളെ തുടർന്ന് വിരമിച്ച ശേഷം മമതയുടെ പ്രത്യേക ഉപദേശകനായി നിയമിക്കപ്പെട്ട വ്യക്തി കൂടിയാണ്. എന്തായാലും സംസ്ഥാനത്ത് ബി.ജെ.പി അധികാരമേൽക്കാനിരിക്കെ നിർണായകമായിട്ടുള്ള ചില നീക്കങ്ങൾ മമത നടത്തുന്നുണ്ട്. നിയമ പോരാട്ടത്തിലേക്ക് മമത കടക്കുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. മമതയ്ക്ക് പിന്തുണയുമായി രാഹുൽ ഗാന്ധി അടക്കം രംഗത്തെത്തുന്നു. രാഹുൽ ഗാന്ധി ബംഗാളിലെ കോൺഗ്രസ് പ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നത് ചെറിയ ചില കാര്യങ്ങളിലെ അസ്വാരസ്യങ്ങളും തർക്കങ്ങളും, തൃണമൂൽ കോൺഗ്രസുമായിട്ടുള്ള ചെറിയ ചില കാര്യങ്ങളിലെ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും നിങ്ങൾ മാറ്റിവെക്കണം, മമതയ്ക്ക് പോരാട്ടത്തിന് പിന്തുണ നൽകണം എന്നതടക്കമുള്ള ചില നിർദ്ദേശങ്ങൾ നൽകിയതായ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. കാരണം മമതാ ബാനർജി ആരോപിക്കുന്നത് ബംഗാളിൽ ബി.ജെ.പി അട്ടിമറി നടത്തിയതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടുപിടിച്ചുകൊണ്ട് SIR നടപ്പാക്കിക്കൊണ്ട് വലിയ രീതിയിൽ വോട്ടർമാരെ പുറത്താക്കിക്കൊണ്ട് പോളിംഗ് സ്റ്റേഷനുകൾ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ബി.ജെ.പി അവിടെ വിജയം അട്ടിമറിച്ചതാണ് എന്നാണ് പറയുന്നത്. മമതാ ബാനർജിക്ക് തൃണമൂൽ കോൺഗ്രസിന് വിജയം സുനിശ്ചിതമായിരുന്നു. പക്ഷെ ആ വിജയത്തെ അട്ടിമറിച്ചുകൊണ്ട് ബംഗാളിൽ ബി.ജെ.പി വമ്പൻ കളി നടത്തിയതാണ് എന്ന ആരോപണം ശക്തമാക്കുകയാണ്. താൻ രാജിവെക്കില്ല, താൻ തോൽവി അംഗീകരിക്കില്ല എന്നുകൂടി മമതാ ബാനർജി പറയുമ്പോൾ അവിടെ ബി.ജെ.പി സർക്കാർ ഉണ്ടാക്കുന്ന കാര്യം പ്രതിസന്ധിയിലാവുകയാണ്. ഗവർണർ മറ്റ് വഴികൾ ആലോചിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. എന്താകും ബംഗാളിൽ ഇനി സംഭവിക്കുക എന്ന് രാജ്യം ഉറ്റുനോക്കുകയും ചെയ്യുന്നു.